ഓ എന്റെ പൊന്നു ചേട്ടാ, നേരത്തെ ഒരു സ്ത്രീയുടെ കരച്ചില്, ഓ അസാധ്യ കരച്ചില്. ചില കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലടേ. എന്താ പറയുന്നത്? എത്രയെന്നല്ലേ കാണുന്നത്, സഹിക്കാൻ പറ്റില്ല. ഏടാ അതിന്റെ അല്ല, നിങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ കിടന്നു. ഞാൻ ഇന്നലെ അങ്ങോട്ട് മാറി അവിടെ കിടന്നു. ഓ എന്റെ പൊന്നു ചേട്ടാ, ഇവിടുത്തെ കൊതുവിനെ ഭയങ്കര 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 സഹിക്കാൻ പറ്റത്തില്ല കൊതുവിനെ. ഭയങ്കര കൊതുക ചേട്ടാ. എന്തിനാ സിനിമ ഉണ്ടാ? എന്തിനാ സിനിമയ്ക്കകത്ത് രജനീകാന്തിന്റെ പുറക്കപ്പോന്നൊരു കൊതുവുണ്ടല്ലോ, എന്റെ പൊന്നു പാപ്പ, അതിനെക്കാട്ടിയും വലിയ കൊതു. പക്ഷെ വേറൊരു കാര്യം, ഈ കൊതുവിന്റെ പുറക്കെ രജനീകാന്ത് പോയിരുന്നെങ്കിൽ രജനീകാന്തിന്റെ ഊപ്പാട് വന്നേ. ഒരു രക്ഷയില്ലേ, ഭയങ്കര കൊതുകട. ഞാൻ എനിക്ക് ഉറക്കം വന്നില്ലെന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നം. അവരെ കണ്ട 10 മാസമായി കണ്ട, ഒരു പ്രശ്നമല്ല. ഡ്യൂട്ടിക്ക് ഇപ്പോഴും വരുന്നുണ്ട കറക്റ്റ് ആയിട്ട്. ഡ്യൂട്ടിക്കൊന്നും പറഞ്ഞില്ലേ? 10 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. അവർ വരുന്നുണ്ടല്ലോ. അവർക്ക് 10 മാസം. അവരോടത്തെ ഹെഡ് നൈറ്റ്സാ. ശരീരത്തിന്റെ ഷേപ്പ് അതാണ്. അവരുടെ ഷേപ്പാ അത്. സത്യം പറഞ്ഞ എന്റെ പൊന്നോ, കണ്ട 10 മാസം ഗർഭിണിയാണ് തോന്നുന്നു. കൊച്ചു പയ്യനായിട്ടോ, നല്ലൊരു ചെറുപ്പക്കാരൻ. അവന്റെ കരച്ചില് കണ്ട ആദ്യത്തെ തോന്നുന്നതാ. ഗൾഫുകാരനെ കണ്ടാന്നു ആദ്യത്തെ. അതാ ഞാൻ കടന്ന് കരഞ്ഞ അങ്ങനെ. അങ്ങനെ ചെറുപ്പക്കാരൻ കൂടെ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ചോദിക്കട്ടെ. ഹലോ, എഴുന്നേക്ക്, പതുക്കെ എഴുന്നേക്ക്. ഒരു അഡ്ജസ്റ്റ്മെന്റ് എഴുന്നേക്ക്. എന്താന്ന് ഇങ്ങനെ ആയാലും എങ്ങനെ ഇത്? ഞങ്ങളെല്ലാം ഇങ്ങനെയുള്ള രീതി വന്നിരിക്കുന്നല്ലേ. സഹിക്കാൻ പഠിക്കണ്ടേ ഇതൊക്കെ? എന്തൂടെ ഇങ്ങനെ? പൈസക്ക് വല്ല പ്രശ്നമുണ്ടോ? ബ്ലഡ് വെള്ളം വേണം, പയ്യന്മാരുണ്ട് നമുക്ക്. നമുക്കിവിടെ ആളുണ്ട് സഹായിക്കാനായിട്ട്. പിന്നെ എന്താ കുഴപ്പമെന്നു പറ. എന്താ തുറന്ന് പറ, എന്താ വേണ്ടെന്ന് പറ. എഴുന്നേക്ക്, പതുക്കെയാ. ഞാൻ മാറണ്ട, ദൂരോട്ടില്ലേ? പതുക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. വലിക്കാതാ നോക്കിപ്പോട്ടെ കേട്ടാ. വല്ലാത്ത കഷ്ടം തന്നെ. ഇങ്ങനെയുണ്ട് പയ്യൻ കാര്യങ്ങള്. എന്റെ കരച്ചിലുണ്ടപ്പോ ഞാൻ കാര്യം നെഞ്ചു പൊട്ടി കരയേ. സത്യം. ക്ലിയറാ? ഇവിടെ ക്ലിയറാ. ഇവിടെ തൂക്കണ്ട. വേണ്ടെന്ന് ഇവിടെ ക്ലിയർ ആന്ന് പറഞ്ഞില്ല. പിന്നെന്ത്? ഇവിടെ അഴുക്കൊന്നുമില്ലെന്ന് തൂക്കണ്ടെന്ന് പറഞ്ഞു. അത് കേക്കത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയല്ലേ ഇത്. പതുക്കെ. ഞാൻ ഇതുകൊണ്ടാ പറഞ്ഞാ തൂക്കണ്ടെന്ന് പറയാൻ. മനസ്സിലായേ? ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇതിനെക്കാട്ടി നല്ല ഇവനൊക്കെ പിച്ചെടുത്തൂടെ? അതാ പറഞ്ഞത്. ആരാണ് നിർബന്ധിച്ച പോലെ നമ്മൾ തൂക്കാൻ പറഞ്ഞ പോലെ. സൈലൻസ്. നിങ്ങൾ പോകണ്ട നമ്മളെ അവിടുത്തെ. ചുമ്മാ എത്രാമത്തെ പ്രാവശ്യം അറിയത്? ഞാൻ വന്നിരുന്നിട്ട് ഇപ്പൊ 100ാമത്തെ പ്രാവശ്യം വന്നിട്ട് സൈലൻസ് ഇതിനായിട്ടിരിക്കുക അവര്. ഗുഡ് മോർണിംഗ്. ആഹാ, എന്താളിയാ എടാ ചെലവ് നടത്താറേ. അങ്ങോട്ട് പോയ ആള് തന്നെ ഇത്. അല്ലല്ല, ഇപ്പൊ ആടിയും പാടിയും നടക്കില്ലേ? എടാ എയർപോർട്ടിൽ നിന്ന് നേരെ ഞാൻ ഹോസ്പിറ്റലിലോട്ടേ വന്നേ. എടാ ലഗേജ് പോലും ഇറക്കിയില്ല. അതാ ഇവിടെ വന്ന് എന്നെ കരയേണ്ടി വന്നത്. ഓക്കളിയാ, അടിപൊളിയായിരുന്നു. അടിപൊളി. ഹലോ, പരിചയമുണ്ടോ? അറിയാം അറിയാം. മുമ്പ് ഒരു ആപത്തിൽ സഹായിച്ചതാ. സൂപ്പർ അല്ലേ? കൊള്ളാം. ശ്രീജയുടെ ഭർത്താവാരാ? ഞാനോ? ഈ തുണ്ടലുള്ള സാധനങ്ങളെല്ലാം മേടിച്ചോ? പെട്ടെന്ന് വേണം കേട്ടോ. കറങ്ങടിച്ച് നടക്കല്ലേ, ഇവിടെ വേദന കൊണ്ട് പുളകയാണ്. എന്തുകൊണ്ട് രാവിലെ ഫിറ്റാന്ന്? അല്ല, മനസ്സിലായ? ഇല്ല. ആളാരത്? ഇത് വിറ്റൊന്നുമല്ല, പിന്നെ ഇതാണ് ഇവിടുത്തെ മയക്ക് ഡോക്ടർ. ആഹാ, എന്തുവാടാ ഇതൊക്കെ? ഒരു കാര്യമില്ല, ചുമ്മാ വെള്ളം അടിച്ചിട്ട്. സൈലൻസ്. ഇത് കൊള്ളാൽ. ഈ പെണ്ണുമ്പിളിക്കതേ ഉള്ള പണി. ഇപ്പൊ പണി കൊടുക്കാം. ഇപ്പൊ ഞാൻ വരെ ഞാൻ ഇപ്പൊ തീർത്തു തരാം. ഹലോ. പിന്നെ നമ്മള് പറഞ്ഞ പോലെ ഇനി ഭാഗത്ത് കാണത്തില്ല. ഒരു പ്രശ്നം കാണില്ല. അസദേവ കണ്ടോ? പെങ്കൊച്ചാണ്.
ഇത് എത്രാമത്തേടാ ഇത്? നിന്റെ കൊച്ചിനെ തന്നതെന്ന് എന്റെ കയ്യിലിഴക്കിയാണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് നോക്ക്, അവക്കൊരു 2 മാസം റെസ്റ്റെങ്കിലും നീ കൊടുക്കണം കേട്ടാ. അല്ല, അവക്കൊരു വിചാരം വേണം, അവക്കതില്ല കേട്ടാ. ഇനി 2 വർഷത്തേക്ക് ഇങ്ങോട്ട് വരല്ലേ കേട്ടാ. എത്രാമത്തെ ഇത്? ഇത് 9ാമത്തെ ഇത്. ആണാ? വല്ല വരുമാനം ഉണ്ടോ ഇതൊക്കെ? 10 സെന്റ് വസ്തു വിറ്റെന്ന് അവള് പറയുന്ന കേട്ട്. അല്ല, അവളെ പറഞ്ഞാ മതിയല്ല, നിന്നെ നോക്കിയോ ഇനി ഇങ്ങോട്ട് വന്ന. എന്റെ ദൈവം. എന്റെ പൊന്നുമൻ, ഇത് കുറെ ഉണ്ടല്ലോടാ ഇത്. നീ ഗൾഫിൽ ഇത്രയും ലഗേജ് കൊണ്ടുവന്ന് കാണത്തില്ല. സാധനങ്ങളുണ്ടോ? ഇഷ്ടമുള്ള എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. വേദനയ്ക്കുള്ള 3 ഗുളിക ഉണ്ട്. സിറിഞ്ച് ഒരു 4 എണ്ണം. സിറിഞ്ചുണ്ട്. അച്ചപ്പം ഉണ്ട്. ചുരിദാർ ഉണ്ട്. 2 നൈറ്റി ഉണ്ട്. നോട്ട് ബുക്ക് 2 എണ്ണം. നോട്ട് ബുക്ക് ഉണ്ടല്ലോ. പേന മേടിച്ച പേന ഉണ്ട്. സ്കൂൾ ബാഗ് ഉണ്ട്. വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട്. അങ്ങോട്ട്. അല്ല സിസ്റ്റർ, എനിക്കൊരു ഡൗട്ട്. ഈ മരുന്നും ടാബ്ലറ്റ് ഒക്കെ ഓക്കെ, ഈ സ്കൂൾ ബാഗ് നോട്ട് ബുക്ക് ഒക്കെ എന്താ? മരുന്നും ടാബ്ലറ്റ് നിന്റെ പെണ്ണും പിള്ളക്ക്, മറ്റേ എന്റെ കൊച്ചിന്. നാളെ സ്കൂൾ തുറക്കണം, പിന്നെ ആരും വാങ്ങിച്ചു കൊടുക്കാം. ഇതൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യണ്ടേ? ഈയിടെ 2 നോട്ട് ബുക്ക് മേടിച്ചാണ് ഇയാൾ ഇവിടെ കിടന്ന് നോക്കണേ. ഇവിടെ ഷെയറോക്ക് ആശുപത്രി ഉണ്ട്. അല്ല, യവന എന്തിനു കൊണ്ടുവന്നു? മനസ്സിലായില്ലേ? ഇല്ല. ഒട്ടും മനസ്സിലായില്ലേ? ഇല്ല. ഈ എടുത്തു കൊടുക്കുന്ന ആളില്ലേ, അയാളുടെ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുത്തിട്ട് വന്നിരിക്കാൻ മറ്റവൻ. അയ്യോ, ആ ശരീരത്തിൽ നിന്ന് എവിടെ നിന്നാ ബ്ലഡ്? എനിക്കറിയത്തില്ല. ഇയാൾക്ക് നല്ല ഉയരമുണ്ടല്ലോ, ഇയാൾ ആ ശരീരത്തിൽ നിന്ന് എടുത്തൂടെ? അയാൾ കൊടുക്കത്തില്ല. അത് അയാള് ബ്ലഡ് കൊടുത്താ മോള് കറുത്തു പോകുന്നു. അതാകുമ്പോ ഇച്ചിരി വെളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാ. കൊച്ചു കറുത്തു പോകുന്നു പറഞ്ഞ അവനെ കൊണ്ടുവന്നു. ചേട്ടാ, ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് എന്താടേ കാണിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ അപ്പുറത്ത് വേറെ റൂമല്ലേ? ഈ നമ്മൾ വരുന്നവരാണ് ഈ ഹോസ്പിറ്റലൊക്കെ വൃത്തികേടാക്കുന്നത്. എന്നിട്ട് സർക്കാരിനെ പറഞ്ഞാൽ മതി. പെണ്ണൊക്കെ തേടുന്ന അപ്പുറത്തെ റൂമുണ്ട്, എടപ്പം നേടി. ഒന്ന് പോടാ അസ്ഥി പഞ്ചരം. വെളുത്തവനാന്ന് പറഞ്ഞ് കൊണ്ടുവന്നവൻ, അവന്റെ നാട്ടിലെ സായിപ്പ അവൻ. കഷ്ടവാ. എന്തോ സൈലൻസ്. കൊന്നാലേ ഇവിടെ വരും, എവിടെ കൊന്നാലേ ഇവിടെ വരും. അതാ നേരത്തെ പരിചയണ്ട? ഇയാൾ അറിയില്ലേ? ഇല്ല, അറിയില്ല. എന്റെ പൊന്നേട്ടാ, പ്രശസ്തമായി ഇപ്പൊ ഒരു ആൽബം ഇറങ്ങിയില്ലേ, അതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? അപ്പൊ ഈ പോയതൊക്കെ അതിലെ നായിക വരും. ഹലോ, എനിക്ക് ഒരു ആൽബം പിടിക്കണമെന്ന് തോന്നുന്നു. സത്യമാ, ഒരു ആൽബം പിടിച്ചാൽ കൊള്ളാന്നുണ്ട്. ശ്രീജയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ. ശ്രീജ പ്രസവിച്ചു ആൺകുട്ടി. ആഗ്രഹിച്ചിരുന്ന ഒരു ആൺകുഞ്ഞിന്. അതെയോ? സന്തോഷമായി. വീട്ടിൽ നിന്ന് വിളിച്ചു പറ. ഹലോ, ശ്രീജ പ്രസവിച്ചു ആൺകുട്ടി. സന്തോഷം. അടിപൊളി മനസ്സ്. സന്തോഷം. എന്റെ കണ്ണ് നിറയുന്നു. സത്യം. വെൽഡൺ പ്ലാനിങ്. ശ്രീജ പ്രസവിച്ചു ഒന്നും കൂടി ഒരു ആൺകുട്ടി. നീ എന്റെ സ്വന്തം അനിയനായില്ലല്ലോടാ. എന്റെ പൊന്നെണ്ണ. ഹലോ, ആൺകുട്ടി. ഇനി നിനക്കൊരു 15 വർഷം സ്വസ്ഥമായിട്ട് ഗൾഫിൽ പണി നോക്കാം. ഞാൻ വീട്ടിൽ വിളിച്ചു വരേണ്ടി വരില്ല. മമ്മി, ശ്രീജ പ്രസവിച്ചു മമ്മി. 1 2 അല്ല 4 ആൺകുട്ടികൾ. കോളടിച്ചല്ലോ. ശ്രീജ പ്രസവിച്ചു ഒരു സുന്ദരി പെൺകുട്ടി. എന്റെ പൊന്നു സിസ്റ്റർ, അവളുടെ പ്രസവം നിർത്താൻ പറ. ഇയാള് ചൂടാവുന്ന കേട്ടോ വിചാരിക്കുന്നതല്ല ഞാൻ ചെയ്തതാണെന്ന്. ഇതൊക്കെ കണ്ടും കേട്ടോ ആലോചിക്കണം. എവിടെയായിരുന്നു പറഞ്ഞ? ഞാൻ ദുബായിലായിരുന്നു. അറബിയെ കണ്ട് പഠിച്ചതിനോടെ ഇത്. എന്റെ നല്ല ഉയരെല്ലാം പോയല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, 4 ആൺകുട്ടികൾ വന്നപ്പോ നിനക്ക് ഭയങ്കര സന്തോഷം. ലാസ്റ്റ് ഒരു പെണ്ണ് വന്നപ്പോ നിനക്ക് എന്താ സഹിക്കാൻ വയ്യാത്തത്? എന്റെ പൊന്നണ്ണ കുറച്ചു മുമ്പ് കണ്ടില്ലേ ഒരു ആൽബം പ്രൊഡ്യൂസർ? ഇവനൊക്കെ ഉള്ള ഈ ലോകത്ത് ഞാൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെ വളർത്തിയെടുക്കുന്നത്? എനിക്ക് ആൽബവും വേണ്ട, ഒന്നും വേണ്ടേ. പെൺകുഞ്ഞാരി എന്താ
ഹലോ, ഇപ്പൊ വേണ്ടാന്ന് തോന്നുന്നു. അല്ലണ്ണ പൈസക്ക് ഇത്തിരി ടൈറ്റ്. പൈസക്ക് ഇത്തിരി ടൈറ്റ് എന്ന്. ടൈറ്റ് ഇത് ഇന്ന് രാവിലെ പൊട്ടി മുളച്ചതല്ലോ ആണോ? 9 മാസം 9 മാസം ഉണ്ടായിരുന്നല്ലോ. 1 രൂപ വീതം മഞ്ചിട്ടിരുന്നെങ്കിലോ ഈ 9 മാസം? അണ്ണാ എന്നെ ചുമ്മാ ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അണ്ണാ എന്റെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ സഹായിച്ചതാ. എന്തോ സഹായിച്ചു? അവന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ട് സഹായിച്ചതാ. എന്നിട്ട് തിരിച്ചു മേടിക്കാൻ തിരിച്ചു മേടിക്കാൻ സർജറി ചെയ്തപ്പോഴത്തേക്ക് അവന്റെ മുഖം മാറിപ്പോയി. എനിക്ക് ആളെ തിരിച്ചറിയണ്ടേ? ഞാൻ അവിടെ പോയി മേടിക്കും പൈസ. അത് ശരിയാ. പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം പറ്റുന്ന കുഴപ്പമായത്. അന്നേരം കാണാൻ വരുന്നോടത്ത് വെച്ച് കാണാൻ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഒരു സംഭവം ഇത് സംഭവം ഉണ്ടാകുമ്പോൾ പൈസ ശേഖരിക്കണം, മാറ്റി വെക്കണം, ഇതിനായിട്ട് മാറ്റി വെക്കണം. അല്ലെ അന്ന് രാവിലെ കൈയും കാര്യം അടിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ശേഖരണം നമ്മുടെ സാമ്പത്തികം നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കണം. അല്ല അന്നേരം ലാസ്റ്റ് വന്ന് കൈയും കാര്യം അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അറിയോ? നമ്മളെ കണ്ടുപിടി സേഫ്റ്റി നമ്മൾ പൈസ ശേഖരിച്ചു. ഞാനാണ് സിസ്റ്റർ. സുധ പറഞ്ഞു താലിമാല പ്രതീക്ഷിച്ച് നിൽക്കണ്ട, അത് അമ്മയ്ക്ക് നേരത്തെ പണയം വെക്കാൻ കൊടുത്തുള്ളൂ. എവിടെ പോന്ന്? ഞാൻ 1-2 പേരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. കണ്ടിട്ട് വാകട്ടാ. വലിയ ന്യായം അടിച്ച പാർട്ടി. വലിയ ശേഖരിക്കാൻ പറഞ്ഞ ആള്. ശേഖരൻ എന്നാണ് പേര്. ശേഖരണക്കാരൻ. ബി പോസിറ്റീവ് ബ്ലഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്തോ ശേഖരിച്ചോണ്ടിരിക്കുന്നു? ആദ്യം ബ്ലഡ് കൊണ്ടുപോകാം. ബ്ലഡ് കൊണ്ടുവരാം. കരച്ചില് അത് തന്നെ ആലോചിക്കണമായിരുന്നു. ബി പോസിറ്റീവ് കൊണ്ടുവരാം കേട്ടാ. പൈസ ഒക്കെ ഉണ്ട്. ഉണ്ടോ? അല്ലാതെ എന്നോട് ഇനി കടം ചോദിക്കരുത്. ആരും സഹായിച്ചില്ല. ആരും സഹായിച്ചില്ലേ? ഇല്ല. ഇന്നലെ പൊട്ടി മുളച്ചല്ലല്ലോ. അല്ല. 10 മാസം ആയില്ലായിരുന്നു. 1-2 രൂപ വെച്ചൊന്നും ഇടണ്ടായിരുന്നു. ദിവസേനയും ഇടണ്ടായിരുന്നു. മാസത്തിൽ 1 രൂപ ചിട്ടാ എഴുതിയായിരുന്നു കേട്ടാ. കേട്ടാ എനിക്ക് വയ്യ. എന്റെ ഭാര്യ അയ്യോ എന്റെ പെണ്ണ് ചത്ത്. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട് അവള് പോയി. എന്റെ പെണ്ണ് പോയി. എന്റെ പെണ്ണ് പോയി. എന്റെ സാമ്പത്തികം ഇല്ലാത്തോണ്ട് എന്റെ പെണ്ണ് പോയി. ഇയാൾ കിടന്ന് കരയുന്നെന്താ? അവിടെ മുഖം എനിക്കൊന്ന് അയാൾ കിടന്ന് കരയുന്നുണ്ടില്ലേ? കണ്ട ബ്രെഡും പാലും അവിടെ മാറ്റി കൊടുക്കാൻ. അയ്യോ എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ഇയാൾക്ക് കാണിച്ചാൽ ഇയാൾ വീണ്ടും എന്താ വയ്യാത്ത? എന്താ ഇനിവിടെ കിടന്ന് കൊണ്ടുപോയി. സുഹൃത്ത് തന്നെ പൊന്നോ സുഹൃത്ത് തന്നെ കൊണ്ടാക്കുന്നെങ്കിൽ ചാവല്ലേ? അവസാനം ട്രിപ്പ് പോലും കുടിക്കാൻ തരൂല. ലേബർ റൂം ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞുങ്ങളും ഭാര്യ. എന്റെ ഭാര്യ കിടക്കുക. ഇവിടെ ഇന്ന് 2 മണിവരെ ഡോക്ടർമാർ സമരമാണ്. ഇനി അറിയിപ്പുണ്ടാകുന്നവരെ ലേബർ റൂം തുറക്കില്ല. എന്റെ പൊന്നു സിസ്റ്റർ, എന്റെ ഭാര്യ അകത്താണ്. നമുക്ക് ഡേറ്റ് ആണ്. ഇന്നാണ് ഡേറ്റ്. അതൊന്നും പേടിക്കണ്ട. സമരം കഴിയുന്നത് പ്രസവിക്കാതിരിക്കാനുള്ള മരുന്ന് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. ദൈവമേ, അങ്ങനെ ആകുമ്പോ എന്റെ ഭാര്യ എന്റെ കൈ വിട്ടു പോകുമല്ലോ. അപ്പൊ ഗിന്നസ് ബുക്കിൽ പേര് വരും. അതെങ്ങനെ? ഡോക്ടർമാരുടെ സമരം കാരണം പ്രസവം മാറ്റിവെച്ച് ഇപ്പൊ എന്റെ ഭാര്യക്ക് 16-ാം മാസം. ലോകത്തിൽ ആദ്യമായിട്ട് 16-ാം മാസത്തിൽ പ്രസവിക്കുന്നത് എന്റെ ഭാര്യ ആയിരിക്കേ.